Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മeringue ബട്ടർക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ട് വെക്കുന്ന ബട്ടർക്രീമാണ്. അപ്പം ബട്ടർക്രീം ഉണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സിൽക്കി സ്മൂത്തുമാണ്. കണ്ടില്ലേ, നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബട്ടർക്രീമാണിത്. അതുപോലെ തന്നെ മറ്റുള്ള ബട്ടർക്രീമിനെയൊക്കെ അപേക്ഷിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മറ്റുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് മടുക്കും. സാധാരണ ബട്ടർക്രീമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ മടിക്കുന്നത്, അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടാത്തതും ഒരുപാട് ഐസിങ് ഷുഗറൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതങ്ങനെയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള ഒരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 3 എഗ്ഗ് വേണം. എഗ്ഗ് വൈറ്റ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബട്ടർ വേണം. ഒരു 3/4 കപ്പാണ് ബട്ടർ എടുക്കുന്നത്. ഗ്രാമുകൾ നോക്കുകയാണെങ്കിൽ 150 ഗ്രാം, 180 ഗ്രാം. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇത്രയൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ്ഗ് വൈറ്റ് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഏകദേശം എഗ്ഗ് വൈറ്റുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നാലും ഓരോ തരികളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പഞ്ചസാര മുഴുവനായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് അതിന് മുകളിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി പഞ്ചസാരയ്ക്ക് മുഴുവനായിട്ട് അലിയുന്നത് വരെ നമുക്കിങ്ങനെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി പഞ്ചസാരയ്ക്ക് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗന്ന് പുറത്ത് വെക്കാനായോ എന്ന് എങ്ങനെയാണ് നോക്കലെന്ന് വെച്ചാൽ, നമ്മുടെ ഫിംഗറിൽ ഒരു വിരൽ അതിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു നൂൽ പരുവ് കണ്ടില്ലേ, ഒരു നൂല് പോലെ വരുന്നതാണെന്നില്ലേ, ആ പരുവായാൽ നമുക്കിത് ഈ ബൗള് സ്റ്റൗന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് നല്ല ഈ ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മുടെ ഈ എഗ്ഗും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ മിക്സ്ചർ മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒരു പിഞ്ചല്ല, 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ എഗ്ഗ് വൈറ്റൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് വൈറ്റ് ഏകദേശം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. എന്നാൽ കൂടുതലങ്ങ് അലിഞ്ഞു പോകാനും പാടില്ല. നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ തീരെ തണുപ്പില്ല എന്നാൽ നമുക്ക് കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പാകത്തിലുള്ള ബട്ടറാണ് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 3/4 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യാൻ തുടങ്ങി എഗ്ഗ് വൈറ്റും അതുപോലെ തന്നെ ബട്ടറൊക്കെ ഒന്ന് മിക്സായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ, ഒരു കേടിലായ പോലെ തോന്നാം, അതിങ്ങനെ ഒന്ന് പിരിഞ്ഞു പോയ പോലെ തോന്നാം. അപ്പം നമ്മൾ പേടിക്കേണ്ടതില്ല, ഇത് സാധാരണയാണ്. എന്ന് വിചാരിച്ച് നമ്മുടെ ബട്ടർ ക്രീമൊക്കെ അങ്ങ് മോശമായി പോയി എന്നല്ല, ഇത് സാധാരണയാണ് കേട്ടോ. ഈ ബട്ടർ ക്രീം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു പിരിഞ്ഞു പോയ പോലെ തോന്നാം.
അപ്പോൾ അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്മൂത്തായിട്ട് വരും. നല്ല ഫ്ലഫി ആൻഡ് സ്മൂത്തായിട്ടുള്ള ബട്ടർ ക്രീം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്വിസ് മെറിംഗ് ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലൊരുപാട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സിലിക്കോൺ സ്പാച്ചിൽ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുത്ത് അതിലെ കൂടുതലായിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ നമുക്ക് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള ബ്ലേഡ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിലുള്ള എയർ ബബിൾസൊക്കെ അങ്ങ് പോയി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ബ്ലേഡ് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ബട്ടർ ക്രീം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ക്രീം കേക്ക് ഐസിങ് ചെയ്യാനോ അതുപോലെ തന്നെ കേക്ക് ഡെക്കറേഷൻസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ ഇതിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെയും അതുപോലെ തന്നെ ഫ്രീസറിലാണെങ്കിൽ 3 മാസം വരെയും കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്കിതിനെയൊന്ന് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് പൈപ്പ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള നല്ല ഒട്ടും തന്നെ എയർ ബബിൾസ് ഒന്നും ഇല്ലാത്തൊരു അടിപൊളി ക്രീം തന്നെയാണിത്. അപ്പം ഇത് നമ്മൾ കേക്ക് കവറിങ്ങിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻറ്റ്സ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.